അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മുടെ ഉമ്മത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദുഃഖവും നൈരാശ്യവും പ്രയാസവേളയും വരുമ്പോൾ തൗഹീദാണ് ആദ്യം പല മനുഷ്യന്മാരും കൈവിടുക. തൗഹീദിൽ നിന്ന് തെന്നിപ്പോകുന്ന അവസ്ഥയാണ് വരാറുള്ളത്. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ്. പ്രയാസവേളയിൽ ഒരു മുഅ്മിനിന്റെ രണ്ട് ചിറകുകൾ, ഒരു ചിറക് സബർ, മനോഹരമായ ക്ഷമ, ബ്യൂട്ടിഫുൾ പേഷ്യൻസ്, മറ്റേ ചിറക് ശുക്ർ, അള്ളാഹുവിനോടുള്ള നന്ദി, കിട്ടിയ അനുഗ്രഹങ്ങളോടുള്ള കൂറ്. ഇത് രണ്ടുമാണ് അധികരിപ്പിക്കേണ്ടത്. അള്ളാഹുവിന് നന്ദി കാണിക്കുമ്പോൾ അത് നമ്മുടെ റൂഹുകൾക്ക് ശിഫയാണ്, മരുന്നാണ്, പുഞ്ചിരി തരുന്ന ഔഷധമാണ്. പല പ്രയാസവേളകളിലും ഹംദ് ഉച്ചരിച്ചവർക്കാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ദുരിതവും പ്രയാസവും പെട്ടെന്ന് മാറാൻ ഉള്ള ഒരു ദുആ ആണ്. ഹൃദയം പൊട്ടി ദുആ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബിസ് സമാവാതി വറബ്ബുൽ അർശിൽ കരീം. അതിമഹാനും അത്യധികം സഹനമുള്ളവനും അത്യധികം വിട്ടുവീഴ്ചയുള്ളവനുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതിഗംഭീര്യമുള്ള അർശിന്റെ റബ്ബുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബും ആദരണീയനായ അർശിന്റെയും റബ്ബുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ തൗഹീദ് ഉറപ്പിക്കുന്ന ദുആ ആണ്. ശ്രദ്ധിച്ചോ കൂട്ടരെ? കാരണം നമുക്ക് വിഷമം വരുന്ന അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിടികൂട പിശാചാണ്. പിശാച് നൈരാശ്യം വരുത്തും. പിശാച് പല പരിഹാരങ്ങളും പറഞ്ഞു തരും. നിങ്ങൾ അവിടെ പോ, ഇവിടെ പോ, ബിദ്അത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കും, നമ്മുടെ ശിർക്കിന്റെ മാർഗത്തിലേക്ക് നയിക്കും. അതിനൊക്കെ പല ഉദാഹരണങ്ങളുണ്ട്. പലരും സാഹിര്യങ്ങളുടെ അടുത്ത്, സിഹർ ചെയ്യുന്നവരുടെ അടുത്തൊക്കെ എത്തിയത് വെറുതെയല്ല. പിശാച് അവരെ വഴിതെറ്റിക്കുകയായിരുന്നു, മനസ്സിലാക്കിയില്ല. പലരും വിഷമാവസ്ഥയിൽ നിന്നാണ് തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കും പിന്നീട് നരകം വാങ്ങുന്ന അവസ്ഥയിലേക്കും എത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ചെറുതോ വലുതോ ആകട്ടെ, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം തരുമ്പോൾ ആദ്യം സൂക്ഷ്മത പാലിക്കേണ്ടത് തൗഹീദിൽ ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിലാണ്. സുബ്ഹാനല്ലാഹ്. അൻ-നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തത്, പ്രയാസങ്ങളും അങ്ങേ അറ്റത്തെ ദുരന്തങ്ങളും വരുമ്പോൾ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് ഈ ദുആ ചൊല്ലേണ്ടതിനാകുന്നു. ദുആ അൽ ഖർബ് എന്നും ഇതിനെ പറയപ്പെടുന്നു. അതായത് മാനസിക വിഷമം, ഡിസ്ട്രെസ് വരുമ്പോഴുള്ള ദുആ എന്നറിയപ്പെട്ട ദുആ ആണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം, ഒരു വിഷമം തരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മൾ ആ വിഷമത്തിൽ മാത്രമേ ചിന്തിക്കുള്ളൂ അല്ലേ? ചുറ്റുമുള്ളത് കാണൂല. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ താഴേക്ക് നോക്കും. താഴേക്ക് നോക്കാൻ നമ്മൾ പഠിക്കൂല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വിഷമാവസ്ഥ മുറുകെ പിടിച്ച് അങ്ങനെ ഇരിക്കൂലേ? സുബ്ഹാനല്ലാഹ്. അതല്ല എന്നാൽ ചെയ്യേണ്ടത്. നമുക്കൊരു വിഷമാവസ്ഥ വരുമ്പോൾ നമ്മളെക്കാൾ ദുരിതം അനുഭവിക്കുന്നവരിലേക്ക് നോക്കുക. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങൾ തരുന്ന രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മാനസിക വിമോചനം നേടാൻ, ഡിപ്രഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ പരലോകമാണ് ചിന്തിക്കേണ്ടത്. ഒരാളാൽ നമ്മൾ വേദനിക്കപ്പെട്ടു എന്നാൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അവരാരെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സൃഷ്ടിച്ച സാഹചര്യമോ അതിലുള്ള ഉള്ളടങ്ങിയ എന്തെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ കൂടെ വരുമോ? ഇല്ലല്ലോ സഹോദരിമാരെ. നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ സൽപ്രവർത്തികളുടെ ഏടുകളിൽ നമ്മളുടെ പേരിലേക്കാണ് നമ്മുടെ പ്രവർത്തികൾ ചേർക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒറ്റയായിട്ടാണ് നിൽക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈമാൻ സംസ്കരിച്ച് മുന്നേറേണ്ടതാകുന്നു എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു.
ഇമാം ഇബ്നുൽ ഖയ്യൂം പറയുന്നു, അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ളവനും അള്ളാഹു ഇഷ്ടപ്പെടുന്നവനുമായ മുഅ്മിനായ അടിമയെ അവന്റെ ചെറിയ തെറ്റിന് പോലും ഇഹലോകത്ത് അള്ളാഹു പാഠം പഠിപ്പിക്കുന്നതാണ്. അത് കാരണത്താൽ അവൻ എന്നും ശ്രദ്ധയോടെ ജീവിക്കും, പാപങ്ങളെ അവൻ സൂക്ഷിക്കും. പല സഹോദരിമാരും ഖുർആനിന്റെ സദസ്സില്, എനിക്കറിയാം പ്രായം അധികരിച്ചിട്ടില്ലെങ്കിലും പല ആരോഗ്യ പ്രശ്നങ്ങളാണ്, ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തരുന്ന നാളെ ആഖിറത്തിൽ ദറജ ഉയർത്താൻ വേണ്ടി തരുന്ന നിധികളായിട്ട് അവയെ സ്വീകരിച്ച് ഹംദ് ഉച്ചരിക്കുക. പ്രയാസത്തിലും ഹംദ് ഉച്ചരിച്ചവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹു കൈവിട്ടവന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിങ്കൽ യാതൊരു വിലയുമില്ലാത്തതായി പോയവന്റെ സ്ഥിതിയാണത്. സുബ്ഹാനല്ലാഹ്. തോന്നിയതുപോലെ തിന്മകൾ ചെയ്യാൻ അള്ളാഹു അവനെ അഴിച്ചുവിടും. ഓരോ തിന്മ ചെയ്യുമ്പോഴും ദുനിയാവിലെ ഓരോ അനുഗ്രഹമായിരിക്കും അള്ളാഹു അവന് കൊടുക്കുക. അള്ളാഹുവിങ്കൽ തനിക്ക് വലിയ സ്ഥാനമുള്ളത് കൊണ്ട് അവൻ തനിക്ക് നൽകുന്നത് ദാണിതെല്ലാം എന്നാണ് ആ വിവരദോഷി വിചാരിക്കുക. വിഡ്ഢികളല്ലേ. സുബ്ഹാനല്ലാഹ്. റബ്ബിന്റെ അരികിൽ അങ്ങേയറ്റം നിന്ദ്യനാണ് താനെന്ന കാര്യം അവൻ മനസ്സിലാക്കുകയില്ല. യഥാർത്ഥത്തിൽ അവനെ കടുത്ത പിടുത്തം ഒരു നിമിഷം പിടിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവന്റെ അന്ത്യം നന്നാകാൻ വഴി നിൽക്കാത്ത ശിക്ഷയാണ് അവനെ കാത്തിരിക്കുന്നത്. സാദുൽ ഇമാദ്. സുബ്ഹാനല്ലാഹ്. പ്രിയ സഹോദരിമാരെ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ആദ്യം മറ്റൊരു വശമാണ് ചിന്തിക്കേണ്ടത്. ആ പ്രയാസത്തിലേക്ക് നോക്കുകയല്ല വേണ്ടത്, നമ്മൾ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ എനിക്ക് ഈ പ്രയാസം തന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബറിന്റെ സവിശേഷത ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കമ്പാരിസൺ കൊടുക്കുന്നുണ്ടല്ലേ. നമ്മൾ ഒരു ദിവസം കടന്നു പോകുന്നത് പല സാഹചര്യങ്ങളിലൂടെയാണ്. ചിലപ്പോൾ നമ്മൾ വിനോദത്തിലായിരിക്കും, അപ്പോഴായിരിക്കും ബാങ്ക് വിളിക്കുന്നത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ശേഷം നമ്മൾ നമസ്കാരത്തിലോട്ട് പ്രവേശിക്കുന്നത്, അല്ലാഹു അക്ബർ. അവിടെയൊക്കെ അള്ളാഹു ശ്രേഷ്ഠനാണ്, അള്ളാഹു വലിയവനാണ് എന്ന് മാത്രമല്ല അത് അർത്ഥം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആ വിനോദം, നമ്മുടെ ആ സന്തോഷം, നമ്മുടെ ആ സാഹചര്യത്തെക്കാൾ വലുത് അള്ളാഹുവാണ് എന്ന രീതിയിലാകണം നമ്മൾ ആ ദിക്ർ ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കൊരു പ്രയാസം, വിഷമഘട്ടം വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ചിലപ്പോ ആശുപത്രി കിടക്കയിലായിരിക്കാം, ചിലപ്പോ സക്കറാത്തിന്റെ സമയമായിരിക്കാം. ഏത് സാഹചര്യവും ആയിക്കോട്ടെ, ബാങ്ക് വിളി അല്ലാഹു അക്ബറിൽ നിന്നാണ് തുടങ്ങുന്നത്. നമസ്കാരം നിയത്ത് ചെയ്തതിനു ശേഷം അല്ലാഹു അക്ബറിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ് പ്രഖ്യാപിക്കുന്നത്? എൻ്റെ ഈ വിഷമാവസ്ഥ, എൻ്റെ ഈ പ്രയാസം, ഇതിനേക്കാളൊക്കെ വലിയത്, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് എൻ്റെ റബ്ബാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക്, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വെറുതെ അല്ലാഹു അക്ബർ ചൊല്ലുന്നതിന് പകരം ഇത്തരം രീതിയിൽ നിങ്ങൾ ഒരു വട്ടം ഒന്ന് ചൊല്ലി നോക്കൂ. അതിന്റെ മാധുര്യം അപ്പൊ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ഒരു വോയിസിന് ശേഷം നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. നിങ്ങൾ പല സാഹചര്യത്തിലുമായിരിക്കാം നമ്മുടെ വിദ്യാർത്ഥികള്. നിങ്ങളുടെ സാഹചര്യം അതിനേക്കാൾ വലുത് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളൊരു അല്ലാഹു അക്ബർ മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കൂ. മോഡേൺ സൈക്കോളജി എന്താ പറയുന്നത്? നിങ്ങൾ ജേർണൽ എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താ പറഞ്ഞത്? ഫിലസ്തീനിൽ അങ്ങേയറ്റം ദുരിതവും ഒറ്റപ്പെടലും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു വ്യക്തിയോടും അപ്പുറത്ത് വളരെ സുഖത്തിൽ കഴിയുന്ന, ഉന്നതിയിൽ കഴിയുന്ന ഒരു വ്യക്തിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംദ് ഉച്ചരിക്കാനാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങേയറ്റം പ്രയാസത്തിലായിരുന്ന അയ്യൂബ് നബിയും അങ്ങേയറ്റം സുഖത്തിലായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമും സുബ്ഹാനല്ലാഹ് ഹംദ് ഉച്ചരിച്ചിരുന്നു, ഒരുപോലെ ഉച്ചരിച്ചിരുന്നു. ഹംദ് എല്ലാ സാഹചര്യത്തിനും ബാധകമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഒറ്റ ആയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്?
ഖുർആനിന്റെ ആശയം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മനസ്സറിഞ്ഞ് പറയാൻ പഠിക്കണം സഹോദരിമാരെ. വെറുതെയാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇങ്ങനെ പാനിക് അറ്റാക്ക്, ഇതൊക്കെ എനിക്കുണ്ട് ഒരു ക്ലയന്റ് പാനിക് അറ്റാക്ക്, കാലങ്ങളായിട്ട് മാറാത്ത സഹോദരി, സൈക്യാട്രി മെഡിസിൻ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാള്. അള്ളാഹിന്റെ മാർഗത്തില് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അവര് ആ രീതിയിലാണ് കൗൺസിലിംഗ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അവരുടെ പാനിക് അറ്റാക്ക് ലഘൂകരിച്ചു, അത് മാറിക്കിട്ടി എന്ന് തന്നെ പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പോ മനസ്സിനെയും റൂഹിനെയും ഹൃദയത്തെയും നമ്മൾ നല്ലത് ഫീഡ് ചെയ്യണം. നമ്മൾ ഭക്ഷണം കഴിച്ച് വയറിനെ ഫീഡ് ചെയ്യുന്ന പോലെ തന്നെ. സുബ്ഹാനല്ലാഹ്. ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. പലരും ആരോഗ്യം വേണം, പക്ഷെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നല്ല ഹൃദയമാണ്. ഒരു മനുഷ്യന്റെ ഖൽബ് ആത്മീയപരമായി നന്നായാൽ അവന്റെ എല്ലാ അവയവങ്ങളും നന്നാകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وآخر الدعوانا أن الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.